BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ സ്വദേശീവൽക്കരണമെന്ന നിർദ്ദേശത്തിന് ശൂറ കൗൺസിൽ അംഗീകാരം നൽകി. സ്വകാര്യ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും കുറഞ്ഞ അളവിൽ സ്വദേശീവൽക്കരണം ഏർപ്പെടുത്താനുള്ള നിയമ ഭേദഗതിക്കാണ് ശൂറ കൗൺസിലിന്റെ അംഗീകാരം. 2015 പ്രൈവറ്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശം ഡോക്ടർ ജമീല അൽ സൽമാൻ അധ്യക്ഷയായ സേവന സമിതിയാണ് മുന്നോട്ട് വെച്ചത്. ജോലികളിൽ ബഹ്റൈനികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് മതിയായ ആരോഗ്യ പ്രൊഫഷണലുകൾ ലഭ്യമാണെന്നും സുപ്രീം കൗൺസിൽ ഫോർ ഹെൽത്ത് ഉറപ്പാക്കണമെന്നും ജമീല അൽ സൽമാൻ ചൂണ്ടിക്കാട്ടി. അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താനായില്ലെങ്കിൽ പ്രവാസികളെ നിയമിക്കുന്നത് പരിഗണിക്കും. അതേസമയം നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുമായും കൂടിയാലോചിച്ചതിനു ശേഷം മാത്രമേ പ്രവാസികൾക്ക് ലൈസൻസ് അനുവദിക്കുകയുള്ളൂവെന്നും തൊഴിൽ മന്ത്രാലയ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹൈക്കി പറഞ്ഞു. ബഹ്റൈനിൽ 6 മാസത്തെ തൊഴിൽ വിസ പ്രഖ്യാപിച്ച ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ബഹ്റൈനിൽ താമസിക്കുന്ന പ്രവാസികളും വാണിജ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമാണ് പുതിയ വിസയ്ക്ക് യോഗ്യരാവുക. വ്യവസായ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും വിപണിയിലെ ആവശ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായാണ് പുതിയ വിസ അനുവദിക്കാൻ LMRA തീരുമാനിച്ചത്. നിലവിലുള്ള 1 വർഷത്തെയും 2 വർഷത്തെയും വിസ പെർമിറ്റുകൾക്ക് പുറമെയാണ് പുതിയ 6 മാസ കാലയളവിലെ വിസ. പുതിയ വിസ നിലവിൽ ബഹ്റൈനിലുള്ള പ്രവാസി തൊഴിലാളികൾക്ക് മാത്രമുള്ളതാണെന്നും വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഇതിൽ ഉൾപ്പെടില്ലെന്നും LMRA അറിയിച്ചു. ബഹ്റൈനിലെ തിരുവനന്തപുരം നിവാസികളുടെ കൂട്ടായ്മയായ അനന്തപുരി അസോസിയേഷൻ കുടുംബ സംഗമവും ബാർബിക്യൂ നൈറ്റും സക്കറിലെ ഡിസേർട്ട് ക്യാമ്പിൽ അതിവിപുലമായി ആഘോഷിച്ചു. വൈകിട്ട് 8 മണിക്ക് തുടങ്ങിയ പരിപാടി പുലർച്ചെ 4 മണിയോടെയാണ് അവസാനിച്ചത്. ലൈവ് കുക്കിംഗ്, ഗ്രിൽഡ് ഡിന്നർ, വിവിധയിനം ഗെയിംസുകൾ, ക്യാമ്പ് ഫയർ ഒക്കെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കുടുംബ സംഗമം വിജയിപ്പിക്കാൻ പ്രയത്നിച്ച പ്രോഗ്രാം കൺവീനർമാരായ അസോസിയേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ മിൽട്ടൺ റോയ് മെനറ്റിനെയും വിനോദ് ആറ്റിങ്ങലിനെയും ബെൻസി ഗനിയുഡിനെയും അനന്തപുരി അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായ സന്തോഷ് ബാബു പ്രശംസിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളെയും പ്രസിഡന്റ് ദിലീപ് കുമാർ നന്ദി അറിയിച്ചതോടൊപ്പം തുടർന്നും ഇതുപോലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ICF ഹമദ് ടൗൺ റീജിയൻ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. തല ഉയർത്തി നിൽക്കാം എന്ന ശീർഷകത്തിൽ നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനു ശേഷം നടന്ന വാർഷിക കൗൺസിൽ നിസാർ സഖാഫിയുടെ അധ്യക്ഷതയിൽ ICF നാഷണൽ ഫൈനാൻസ് സെക്രട്ടറി മുസ്തഫ ഹാജി ഉദ്ഘാടനം ചെയ്തു. നിസാർ സഖാഫി, കരുനാഗപ്പള്ളി, ഇസ്ഹാഖ് മട്ടന്നൂർ, അബ്ദുറഹ്മാൻ ചിക്യാട് എന്നിവരാണ് ഹമദ് ടൗൺ റീജിയണൽ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ. ഡെപ്യൂട്ടി പ്രസിഡന്റുമാരായി ഫിറോസ് ഹാജി വളപ്പട്ടണം, ബഷീർ പട്ടുവം, മമ്മു ഹാരിസ് എന്നിവരെയും സെക്രട്ടറിമാരായി ഇൽ മുസ്ലിയാർ, ഇബ്രാഹിം സഖാഫി, അബ്ദുൾ സത്താർ, സഹീർ കാസർഗോഡ്, മുഹമ്മദ് അനി സൈബർ, റിയാസ് പട്ടാമ്പി, അഷ്റഫ് മഞ്ചേശ്വരം, നൂറുദ്ദീൻ അബ്ദുൾ ജബ്ബാർ, നാസർ വാഴനാട്, മുഹമ്മദ് തളിപ്പറമ്പ്, മൊയ്തു വല്യാട് എന്നിവരെയും തെരഞ്ഞെടുത്തു. ഹമദ് ടൗൺ സെന്ററിൽ നിന്ന് വാർഷിക കൗൺസിൽ അതാത് സമിതി സെക്രട്ടറിമാർ വാർഷിക പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ICF നാഷണൽ എഡ്യൂക്കേഷൻ പ്രസിഡന്റ് ഹക്കീം സഖാഫി പുനഃസംഘടനാ നടപടികൾക്ക് നേതൃത്വം നൽകി. നാഷണൽ നേതാക്കളായ സൈനുദ്ദീൻ സഖാഫി, ഷിഹാബുദ്ദീൻ സിദ്ദീഖി എന്നിവർ വേദിയിൽ സന്നിഹിതരായി. അബ്ദുറഹ്മാൻ ചെക്കിയാട് സ്വാഗതവും ഇസ്ഹാഖ് മട്ടന്നൂർ നന്ദിയും രേഖപ്പെടുത്തി. പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. സക്കറിൽ നടന്ന ചടങ്ങിൽ 100-ലേറെ അംഗങ്ങൾ പങ്കെടുത്തു. അംഗങ്ങൾക്കായി നിരവധി മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ പാക്ട് കലാകാരന്മാർ ഒരുക്കിയ സംഗീത വിരുന്നു, വനിതാ വിഭാഗം നടത്തിയ കലാപരിപാടികളും ഹൃദ്യമായിരുന്നു. പാക്ട് പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശിവദാസ് നായർ സ്വാഗതം ആശംസിച്ചു. പാക്ട് ഭാരവാഹികളായ സുഭാഷ് മേനോൻ, ജഗദീഷ് കുമാർ, രാംദാസ് നായർ, അനിൽകുമാർ, സൽമാനുൽ ഫാരിസ്, ഉഷ സുരേഷ്, അശോക് മണ്ണിൽ, വിനോദ് ഏറാത്ത്, രാമനുണ്ണി കൂടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ട്രഷറർ മൂർത്തി നൂറണി നന്ദി പ്രകാശിപ്പിച്ചു. ICF അദലിയ യൂണിറ്റ് സമ്മേളനം ബഹ്റൈനിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ഫസലുൽ ഹക്ക് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സൈഫുദ്ദീൻ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ICF സീനിയർ വ്യക്തിത്വം അഷ്റഫ് CH സമ്മേളന പ്രമേയം അവതരിപ്പിക്കുകയും പ്രവാസത്തിന്റെ അഭയകേന്ദ്രമായ ICFനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. SYSന്റെ 70ാം വാർഷിക സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ 1000 അമ്മമാരെ സഹായിക്കാനുള്ള റിഫാരി കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കുടുംബത്തെ യൂണിറ്റ് ഏറ്റെടുത്ത. പ്രവാസത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ കണ്ണൂർ കണ്ണാടിപ്പറമ്പ് സ്വദേശി അബ്ദുൾ ഖാദർ എന്നിവരെയും സാമൂഹിക പ്രവർത്തകൻ ഫസലുൽ ഹക്കിനെയും യൂണിറ്റ് നേതൃത്വം പൊന്നാടയണിയിച്ച് ആദരിച്ചു. ICF മുഖപത്രമായ പ്രവാസി വായനയുടെ ക്യാമ്പയിൻ പ്രഖ്യാപനം ഹാഷിം പള്ളിക്കണ്ടി നിർവഹിച്ചു. അർഷാദ് വാഴോത്ത്, അബ്ദുൾ മാലിക് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കഴുത്തിനും കൈകൾക്കും ഉപകാരപ്രദമാകുന്ന വ്യായാമ മുറകളും സമ്മേളന വേദിയിൽ പരിശീലിപ്പിച്ച അഹമ്മദ് സഖാഫിയുടെ ദുആയോടുകൂടി ആരംഭിച്ച സമ്മേളനത്തിന് ജനറൽ സെക്രട്ടറി NS സൈനുദ്ദീൻ സ്വാഗതവും സെക്രട്ടറി സുൽഫിക്കർ നന്ദിയും പറഞ്ഞു.
ബഹ്റൈൻ പ്രതിഭാ മുഹറക് മേഖല സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രതിഭാ സെന്ററിൽ സംവാദം നടന്നു. രഞ്ജൻ ജോസഫ്, ഫിറോസ് തിരുവത്ര, ജലീലിയോ, ഡോക്ടർ കൃഷ്ണകുമാർ എന്നിവർ പാനൽ ചർച്ചയിൽ പങ്കെടുത്തു. പ്രതിഭാ മേഖല വനിതാവേദി കൺവീനർ സജിത സതീഷ് മോഡറേറ്ററായിരുന്നു. എഴുത്തുകാരന്റെ രാഷ്ട്രീയവും എഴുത്തിന്റെ രാഷ്ട്രീയവും രണ്ടായി തന്നെ കാണണമെന്നും എഴുത്തിനെ വിലയിരുത്തേണ്ടത് എഴുത്തുകാരന്റെ രാഷ്ട്രീയം നോക്കിയാവരുതെന്നും പാനൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. EA സലീം, സജീർ സന്തോഷ് എന്നിവരും സംവാദത്തിൽ പങ്കുചേർന്നു. മേഖലാ സാഹിത്യവേദി കൺവീനർ വത്സരാജ് സ്വാഗതം പറഞ്ഞു. പ്രതിഭാ കേന്ദ്ര കമ്മിറ്റി അംഗം അനിൽ KP അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി ബിനു കരുണാകരൻ ആമുഖ ഭാഷണം നടത്തി. വായനക്കാർക്കിടയിൽ മികച്ച രീതിയിൽ പ്രചരിക്കുന്ന ജലീലിയോ രചിച്ച റംഗൂൺ സ്ട്രാപ്പ് എന്ന നോവൽ കവി ഫിറോസ് തിരുവത്ര സദസ്സിനെ പരിചയപ്പെടുത്തി. റംഗൂൺ സ്ട്രാപ്പിന്റെ ഒരു കോപ്പി പ്രതിഭ ലൈബ്രറിക്ക് വേണ്ടി ലൈബ്രറി കമ്മിറ്റി അംഗം അഷ്റഫ് എഴുത്തുകാരൻ ജലീലിയോയിൽ നിന്ന് സ്വീകരിച്ചു. 2021 കോവിഡ് മഹാമാരി തട്ടിയെടുത്ത സഹോദരൻ സോമൻ കുമ്പിൽ രചിച്ച മരണശേഷം പ്രകാശനം ചെയ്ത കവിതാ സമാഹാരമായ കണ്ണീർക്കണത്തിലെ ഒരു കവിത വത്സരാജ് ആരംഭിച്ചു. കവിതാ സമാഹാരത്തിന്റെ കോപ്പി പ്രതിഭ ലൈബ്രറിക്ക് കൈമാറി. മേഖലാ സാഹിത്യവേദി അംഗം അഷ്റഫ് നന്ദി രേഖപ്പെടുത്തി. വിനോദസഞ്ചാരികൾക്ക് ഒരു വിസയിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കാൻ സഹായകമാകുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസയുടെ കരട് നിയമം അന്തിമഘട്ടത്തിൽ. GCC രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ചേർന്നാണ് ഇത്തരമൊരു വിസ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം നടന്ന ഗൾഫ് രാജ്യങ്ങളിലെ ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിലും നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉയർന്നു. ഏകീകൃത വിസ ഏറെ വൈകാതെ നിലവിൽ വരുമെന്നും യോഗത്തിനു ശേഷം UAE സാമ്പത്തിക കാര്യമന്ത്രിയും ടൂറിസം കൗൺസിൽ ചെയർമാനുമായ അബ്ദുള്ള ബിൻ തൗക്ക് അൽ മാരി വ്യക്തമാക്കി. ഏകീകൃത വിസയിലൂടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സന്ദർശകർ എത്തുമെന്നും തങ്ങുന്ന സമയം വർദ്ധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാനഡയിലെ ടൊറന്റോ വിമാനത്താവളത്തിൽ യാത്രാ വിമാനം തലകീഴായി മറിഞ്ഞു. ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് അപകടം. വിമാനത്തിൽ 4 ക്യാബിൻ ക്രൂ അടക്കം 80 യാത്രക്കാരുണ്ടായിരുന്നു. 19 യാത്രക്കാർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. US-ലെ മിനിയാപോളിസിൽ നിന്ന് ടൊറന്റോയിലെത്തിയ ഡെൽറ്റ 4819 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് 3:30 സംഭവം. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്തുണ്ടായ അതിശക്തമായ കാറ്റാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. മഞ്ഞുവീഴ്ച മൂലം വിമാനത്താവളത്തിലെ കാഴ്ചപരിധിയും കുറവായിരുന്നു. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് നിയന്ത്രണം വിട്ട റൺവേയിൽ തലകീഴായി മറിയുകയായിരുന്നു. ഇന്ത്യയും ഖത്തറും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള കരാറുകളിൽ ഒപ്പുവെച്ചു. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും വരുമാന നികുതി വെട്ടിപ്പ് തടയുന്നതിനുമുള്ള കരാറുകളിലാണ് ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ മുഹമ്മദ് അൽ താനിയുടെയും സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവെച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ഖത്തർ അമീർ ഷെയ്ഖ് ഹമീം ബിൻ ഹമദ് അൽ ധാനി ഇന്ത്യയിലെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 12-നായിരുന്നു ഹൈദരാബാദ് ഹൗസിലായിരുന്നു ഖത്തർ അമീറിന്റെ മോദിയുമായുള്ള കൂടിക്കാഴ്ച. കൊച്ചിയിൽ കാണാതായ സ്കൂൾ വിദ്യാർത്ഥിനിയെ കണ്ടെത്തി. കൊച്ചി വല്ലാർപാടം പരിസരത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി തൻവി സ്വനീഷിനെ ചൊവ്വാഴ്ച വൈകിട്ട് 5 മുതലാണ് കാണാതായത്. വടുതല സ്വദേശിയായ വിദ്യാർത്ഥി സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്നത് കണ്ടതായും ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. ഇത് ശരിവയ്ക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ പോലീസും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് നഗരത്തിലാകെ തിരച്ചിൽ ആരംഭിച്ചു. ഏതാണ്ട് 7 മണിക്കൂറോളം നീണ്ടു നടത്തിയ തിരച്ചിലിനൊടുവിൽ രാത്രി 11:30 കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. വല്ലാർപാടം പള്ളിയുടെ പരിസരത്ത് വെച്ച് വിദ്യാർത്ഥിനി സൈക്കിളിൽ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികളിൽ ഒരാളാണ് കുട്ടിയെ തടഞ്ഞു വെക്കുന്നതും പോലീസിൽ അറിയിക്കുന്നതും. തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.